മാതൃത്വമാണോ അതോ പിതൃത്വമാണോ ഏറ്റവും ശ്രേഷ്ഠം എന്ന് ചോദിച്ചാൽ രണ്ടും ശ്രേഷ്ഠമാണ്. പക്ഷേ മാതൃത്വത്തിന് ജന്മസിദ്ധമായ നൈസർഗികമായ വൈകാരികമായൊരു ഭാവം കൂടുതലുണ്ടായിരിക്കും. ഉദാഹരണത്തിന് കുന്തിദേവിയുടെ കഥ കേട്ടിട്ടുണ്ടോ? കുന്തിദേവിയുടെ യഥാർത്ഥ പേര് പൃഥ എന്നാണ്. പലർക്കും അറിഞ്ഞോളണം എന്നില്ല. യാദവ വംശത്തിലെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ശൂരസേനൻ. അദ്ദേഹത്തിൻ്റെ പുത്രിയാണ് പൃഥ. ഈ ശൂരസേനൻ്റെ അച്ഛൻ്റെ സഹോദരൻ്റെ പുത്രനാണ് കുന്തിഭോജൻ. അദ്ദേഹത്തിന് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവർ തമ്മിൽ വലിയ സുഹൃത്തുക്കളായിരുന്നു, ബന്ധുവാണെന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ പണ്ടേ കുന്തിഭോജന് ഈ ശൂരസേനൻ വാക്ക് കൊടുത്തിരുന്നു, എനിക്കൊരു പെൺകുട്ടി ഉണ്ടായാൽ ഞാൻ ആ കുട്ടിയെ നിനക്ക് തരാം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ തനിക്ക് ഈ പെൺകുട്ടി ഉണ്ടായപ്പോൾ പൃഥ എന്നാണ് പേര്. ഈ പെൺകുട്ടിയെ കുന്തിഭോജന് ദത്തു കൊടുത്തു, ദാനം കൊടുത്തു. കുന്തിഭോജൻ്റെ പുത്രി ആയതുകൊണ്ട് പൃഥ കുന്തിയായി തീർന്നു. കുന്തി ലോകത്തെ ഏറ്റവും സുന്ദരിയായ കന്യകയായി വളർന്നു വന്നു. അക്കാലത്താണ് കോപിഷ്ഠനായിട്ടുള്ള ദുർവാസാവു മഹർഷി കുറേ കാലം ഇവരുടെ ഗൃഹത്തിൽ വന്ന് താമസിച്ചത്. ദുർവാസാവു മഹർഷിക്ക് വേണ്ടുന്ന എല്ലാവിധത്തിലുള്ള സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ കന്യകയായ ഈ കുന്തിദേവി നിയോഗിക്കപ്പെട്ടു. കുന്തിദേവി വളരെ ശ്രദ്ധയോടുകൂടി വളരെ ഭക്തിയോടുകൂടി ദുർവാസാവു മഹർഷിയെ സേവിച്ചു. ഏകദേശം 1 കൊല്ലത്തോളം കാലം ദുർവാസാവു മഹർഷി അവിടെ ഉണ്ടായിരുന്നു. ദുർവാസാവു മഹർഷിക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി ദേഷ്യം വരാൻ. പക്ഷേ ഒരു തരത്തിലുമുള്ള ദേഷ്യപ്പെടാനുള്ള സാഹചര്യങ്ങളില്ലാതെ അദ്ദേഹത്തിന് വളരെ ഭക്തിയോടുകൂടി ഈ പൃഥ എന്ന കുന്തിദേവി, അന്നത്തെ കുന്തി എന്ന കന്യക, ആ കുട്ടി പരിചരിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത സന്തോഷമായി. പോകാൻ നേരത്ത് ഈ കുട്ടിക്ക് നല്ലത് വരട്ടെ എന്ന് വിചാരിച്ച് ദുർവാസാവു മഹർഷി ഇവളുടെ ഭാവിയെപ്പറ്റി ചിന്തിച്ചു. അപ്പോൾ ഭാവിയിൽ ഭർത്താവിനെ നഷ്ടപ്പെടാനുള്ള യോഗമുണ്ട്, മക്കളില്ലാതായ ബുദ്ധിമുട്ടുണ്ട എന്ന് വിചാരിച്ച് അദ്ദേഹം ഈ കുന്തി എന്ന ഈ കന്യകയെ വിളിച്ച്, ഞാൻ നിനക്കൊരു മന്ത്രം ഉപദേശിച്ചു തരാം. ഈ മന്ത്രത്തെ ഉപാസിച്ചുകൊണ്ട് ഏത് ദേവനെ നീ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ അദ്ദേഹം മുൻപിൽ വരും, എന്നിട്ട് അദ്ദേഹം നിനക്ക് പുത്രനെ തരും എന്ന് അനുഗ്രഹിച്ചു. ഈ കുട്ടിക്ക് തനിക്ക് ലഭിച്ചിട്ടുള്ള മന്ത്രത്തിൻ്റെ വലുപ്പമോ അതിൻ്റെ മഹത്വമോ ഒന്നും അറിയില്ല. പക്ഷെ സ്വീകരിച്ച് ഈ കുന്തി എന്ന കന്യകയെ അനുഗ്രഹിച്ച് ദുർവാസാവു മഹർഷി തിരിച്ചുപോയി. ദുർവാസാവു മഹർഷി കൊടുത്ത ഈ വരത്തിന് മറ്റൊരു നിബന്ധന കൂടി ഉണ്ടായിരുന്നു. 5 പ്രാവശ്യമേ നിനക്ക് ഈ മന്ത്രം ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. ഈ 5 പ്രാവശ്യം കൊണ്ട് നിനക്ക് 5 ദേവന്മാരെ വിളിച്ചു വരുത്തി അവരിൽ നിന്ന് പുത്രന്മാരെ സമ്പാദിക്കാം എന്നായിരുന്നു കണ്ടീഷൻ. പക്ഷേ പ്രായം നോക്കൂ, വളരെ ചെറിയ കുട്ടിയാണ്, കന്യകയാണ്. കിട്ടിയിട്ടുള്ളതോ വളരെ മഹത്തരമായ ഒരു അനുഗ്രഹമാണ്. ഇതിൻ്റെ വിലയൊന്നും അറിയില്ല. പക്ഷേ കുട്ടികൾക്കുണ്ടാകുന്ന ഒരു ജിജ്ഞാസ ഉണ്ടാവും, ഒരു ആകാംക്ഷ ഉണ്ടാവും. ആ ആകാംക്ഷ കൊണ്ട് ഒന്ന് നോക്കിയാലോ എന്ന് വിചാരിച്ച് സൂര്യദേവനെ പ്രാർത്ഥിച്ചു ഈ മന്ത്രം ഉപയോഗിച്ച്. സൂര്യദേവൻ മുമ്പിൽ വന്നപ്പോൾ ഈ പെൺകുട്ടി ആകെ പരിഭ്രമിച്ചു പോയി. കാരണം ഇതിനു മുൻപ് ആരും സൂര്യദേവനെ കണ്ടിട്ടില്ല, താനും കണ്ടിട്ടില്ല. വല്ലാതെ പേടിച്ചു പോയി. സൂര്യദേവൻ പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ നീ വിളിച്ചിട്ട് വന്നതാണ്. അയ്യോ, എനിക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല, പോയിക്കോളൂ എന്ന് പറഞ്ഞു. അയ്യോ, അങ്ങനെ പോകാൻ പറ്റില്ല, ഈ മന്ത്രത്തിൻ്റെ ശക്തി അത്ര വലുതാണ്, നിനക്ക് എന്തെങ്കിലും ഫലം തന്നിട്ടേ ഞാൻ തിരിച്ചു പോകൂ എന്ന് പറഞ്ഞ് ഒരു ശിശുവിനെ സമ്മാനിച്ച് സൂര്യദേവൻ തിരിച്ചുപോയി. ഇയാൾ ശ്രേഷ്ഠനാകും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ പെൺകുട്ടി ആകെ ഭയന്നുപോയി. കാരണം വിവാഹം കഴിഞ്ഞിട്ടുള്ള ചെറിയ കുട്ടിയാണ്, തൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു നവജാത ശിശുവുണ്ട്. ഈ ശിശുവിനെ ഉപേക്ഷിക്കാനും കഴിയുന്നില്ല. അതാണ് പറഞ്ഞത്, പെൺകുട്ടികൾ എന്ന് മാത്രം വെക്കണ്ട, സ്ത്രീയായി ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ നൈസർഗികമായി വരുന്ന സ്വതസിദ്ധമായിട്ടുള്ള ഒരു ഭാവമാണ് മാതൃത്വം. ഈ കുട്ടിക്ക് ഈ ചെറിയ കുട്ടിയെ ഉപേക്ഷിക്കാനേ കഴിയുന്നില്ല. എങ്ങനെ ഉപേക്ഷിക്കുക? അത്ര ചെറിയ കുട്ടി, താനൊരമ്മയാണ് എന്നീ ചെറിയ പെൺകുട്ടി ഉറപ്പിച്ചു. ആ വേദനിക്കുന്ന മനസ്സോടുകൂടി വേറെ വഴിയില്ലാത്തതുകൊണ്ട് നദിയിൽ ഒഴുക്കേണ്ടി വന്നു ഈ കുട്ടിയെ. ആ കുട്ടിയെയാണ് പിന്നീട് അതിരഥനും രാധയും എടുത്തു വളർത്തുന്ന ഒരു രംഗം മഹാഭാരതത്തിൽ കാണാം. കർണൻ എന്ന വളരെ പ്രശസ്തനായ യോദ്ധാവായി തീർന്നു. ആ കഥ നമുക്ക് വിശദമായി പിന്നീട് പറയാം. ഇവിടെ പറഞ്ഞു വന്നത്, കുന്തി അത്ര ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ആ കർണനെ ഉപേക്ഷിക്കേണ്ടി വന്നതിലുള്ള മനോവിഷമം സഹിക്കാൻ വയ്യാതെ ജീവിതകാലം മുഴുവൻ അത് ഒരു വലിയ വേദനയായി കൊണ്ടു നടക്കുന്നുണ്ട്. ഇതാണ് പറഞ്ഞത്, മാതൃത്വം എന്നത് എന്തെന്നില്ലാത്ത അത്ര വൈശിഷ്ട്യമുള്ളൊരു ഭാവമാണ്. നോക്കൂ, ഏതൊരു ചെറിയ പെൺകുട്ടിയും പണ്ടൊക്കെ, ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല, പണ്ടൊക്കെ പാവയൊക്കെ എടുത്ത് കളിക്കുമ്പോൾ അമ്മയും കുട്ടിയായിട്ട് കളിക്കുന്നത് ഒരു സ്ഥിരം ഏർപ്പാടായിരുന്നു. ഇതാരും പറഞ്ഞു കൊടുത്തിട്ടല്ല, അവരുടെ ഉള്ളിൽ ആ മാതൃത്വം ഉള്ളത് കൊണ്ടാണ്. ഏതൊരു സ്ത്രീയെയും പോയിട്ട് അമ്മായി എന്നോ ചേച്ചി എന്നൊക്കെ വിളിച്ചാൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷേ അമ്മയെ എന്ന് വിളിച്ചാൽ ഇഷ്ടപ്പെടാത്ത ഒരു സ്ത്രീയും ഉണ്ടായിരിക്കില്ല. കാരണം അവരുടെ ഉള്ളിൽ ഉള്ള ഒരു ഭാവമാണ് മാതൃത്വം എന്നത്. അച്ഛൻ്റെ പേരിലൂടെ മക്കൾക്ക് പേരുണ്ടായ കഥ നമ്മൾ ഇതിനു മുമ്പ് കേട്ടു.
അമ്മയുടെ പേരിലൂടെയും മക്കൾക്ക് പേരുണ്ടായിട്ടുണ്ട്. അതായത് യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ തുടങ്ങിയ 3 പേരാണ് കുന്തിദേവിയുടെ പുത്രന്മാർ. ഇവരെ 3 പേരെയും കർണനെയും വരെ കൗന്ദയൻ എന്ന് സംബോധന ചെയ്യാം. കുന്തിയുടെ പുത്രനായതുകൊണ്ട് കൗന്ദയൻ എന്ന് വിളിക്കാം. ഇതേപോലെ തന്നെ അർജുനനെയാണ് നമ്മൾ സാധാരണയായിട്ട് പാർത്ഥൻ എന്ന് വിളിക്കാറുള്ളതെങ്കിൽ പോലും പൃഥയുടെ പുത്രനായതുകൊണ്ട് പാർത്ഥൻ എന്ന പേര് ഈ 3 കർണനടക്കം 4 പേർക്ക് ബാധകമാണ്. ഈ 4 പേരെയും പാർത്ഥൻ എന്ന് വിളിക്കാം, അതിൽ തെറ്റില്ല. ഇതുപോലെ തന്നെയാണ് ഒരു വംശത്തിൽ വരുന്ന ആളുകളെ മുഴുവൻ ആ വംശത്തോട് ചേർത്തുകൊണ്ട് സംബോധന ചെയ്യാം. യദുവിൻ്റെ വംശത്തിൽ വന്ന ആളുകളെ മുഴുവൻ യാദവൻ എന്ന് വിളിക്കുന്നത് പോലെ തന്നെ പാണ്ഡവൻ എന്ന് പാണ്ഡുവിൻ്റെ പുത്രന്മാരായ ആളുകളെ മുഴുവൻ വിളിക്കാം. എന്നാൽ നമ്മൾ പൊതുവെ കൗരവർ എന്ന് സംബോധന ചെയ്യാറുള്ളത് ദുര്യോധനൻ തുടങ്ങിയിട്ടുള്ള ധൃതരാഷ്ട്രർ, ദുര്യോധനൻ സഹോദരങ്ങൾ, ഇവരെയൊക്കെയാണ് നമ്മൾ പൊതുവെ കൗരവർ എന്ന് വിളിക്കാറുള്ളത്. പക്ഷെ വാസ്തവത്തിൽ കൗരവർ എന്ന് പറഞ്ഞാൽ അതിൽ പാണ്ഡവരും പെടും. കാരണം കുരു എന്ന മഹാരാജാവ് ഇവരുടെ പൂർവികനായിട്ടുള്ള ആളാണ്. ആ വംശത്തിൽ വരുന്ന പാണ്ഡവരെയും കൗരവരെയും മൊത്തത്തിൽ കൗരവർ എന്ന് സംബോധന ചെയ്യാം. പക്ഷെ നമുക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി 2 പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരാൾ പാണ്ഡവർ, ഒരു പക്ഷം കൗരവർ എന്ന് നമ്മൾ പറയുന്നു എന്ന് മാത്രം. ശ്രീരാമചന്ദ്രസ്വാമിയെ ദാശരഥി എന്ന് സംബോധന ചെയ്യാറുണ്ട്. ദശരഥൻ്റെ പുത്രനായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത് ശ്രീരാമചന്ദ്രസ്വാമിക്ക് മാത്രം ബാധകമല്ല, അദ്ദേഹത്തിൻ്റെ വരും തലമുറയായിട്ടുള്ള ലവകുശന്മാർക്കൊക്കെ അത് ബാധകമാണ്. ആ പേര് വിളിക്കാം. കാരണം കഥയ മമ കഥകളത്തി സാദരം എന്ന് തുടങ്ങുന്ന രാമായണത്തിൻ്റെ ആദ്യ ഭാഗത്ത് കാകുൽസ്ഥ ലീലകൾ കേട്ടാൽ മതിവരാ എന്ന് പറയുന്നുണ്ട്. കകുൽസ്ഥൻ എന്ന രാജാവിൻ്റെ പരമ്പരയിൽ വരുന്ന ആളാണ് ശ്രീരാമൻ എന്നതുകൊണ്ടാണ് കാകുൽസ്ഥൻ എന്ന പേര് ശ്രീരാമനെ വിളിച്ചത്. ഇത് ആ പരമ്പരയിൽ വരുന്ന എല്ലാവരെയും വിളിക്കാവുന്നതാണ്. പാണ്ഡവൻ എന്ന് പാണ്ഡവരുടെ തലമുറയിലെ വരുന്ന പരീക്ഷിത്തിനെ വിളിക്കാറുണ്ട്. ഇങ്ങനെ നമ്മുടെ പുരാണങ്ങളിൽ സംബോധന ചെയ്യുന്ന ഓരോ പേരുകൾക്കും അതിൻ്റേതായ കാരണമുണ്ട്. ഇത്തരം രസകരവും വിജ്ഞാനപ്രദവുമായിട്ടുള്ള കാര്യങ്ങൾ ഇത് കുട്ടികൾ കേൾക്കേണ്ടതാണ്. ഞാൻ സത്യത്തിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ കഥ പറയാൻ ആരംഭിച്ചത്. അത് ധാരാളം കുട്ടികൾ അത് ഏറ്റെടുത്തിട്ടുണ്ട് എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അവരുടെ രക്ഷിതാക്കൾ ഒരുപാട് പേരെനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അത് വളരെ വളരെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോസ് എത്തിക്കാൻ ശ്രമിക്കുക. അവർ കഥകൾ കേട്ട് കുട്ടികൾ വളരട്ടെ. നമസ്കാരം.